7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ച പ്രസിഡന്റാണ് അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപ്. ഇത്രയൊക്കെ യുദ്ധം അവസാനിപ്പിച്ചെങ്കിലും ഇപ്പോൾ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെ യുദ്ധം വരെ അവസാനിപ്പിച്ചു. പക്ഷേ ഡൊണാൾഡ് ട്രംപിന് ഇപ്പോഴും നോബൽ സമ്മാനം കിട്ടുന്നില്ല. ശരിക്കും സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ട്രംപിന് കൊടുക്കേണ്ടതല്ലേ? ഇപ്പോൾ ഇന്നാണ് അത് അനൗൺസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബഹളം വെച്ച് യുദ്ധം അവസാനിപ്പിച്ചത്. അദ്ദേഹം നമ്മുടെ പാലസ്തീനിലെ ആൾക്കാർ ഹമാസിനോട് പറഞ്ഞു, മര്യാദയ്ക്ക് ഞാൻ പറയുന്ന പോലെ നിങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറായില്ല എങ്കിൽ എൻ്റെ മിസൈലായിരിക്കും നിങ്ങളുടെ മേത്ത് വീഴാന്ന്. ഇങ്ങനെയാണ് ഒരു യുദ്ധം അവസാനിപ്പിക്കുന്നത്. ഭീഷണിയുടെ സ്വരത്തിലാണ് അദ്ദേഹം പല യുദ്ധങ്ങളും അവസാനിപ്പിക്കുന്നത്. ഇന്ത്യക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്ത്യ പറഞ്ഞു താങ്കളുടെ മധ്യസ്ഥത വേണ്ട എന്ന്. എത്ര പ്രാവശ്യം അദ്ദേഹം മോദിജിയെ വിളിച്ചു, എത്ര പ്രാവശ്യം കാണാൻ ശ്രമിച്ചു. ഇന്ത്യ പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിച്ചത് താങ്കളുടെ മധ്യസ്ഥതയിലല്ല, ആണെന്ന് പറയുവാൻ താങ്കൾക്ക് നോബൽ പ്രൈസ് കിട്ടുവാൻ വേണ്ടി ഞങ്ങൾ അതിൽ പങ്കുചേരുകയില്ല എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് നിലപാടെടുത്തു. പക്ഷെ നമ്മൾ എപ്പോഴും ഈ താങ്കൾ പങ്കെടുത്തില്ല, താങ്കൾ ഇടപെട്ടില്ല എന്ന് നമ്മൾ നേരിട്ട് പറയില്ല. കാരണം നമ്മൾ അമേരിക്ക നമ്മൾ ട്രേഡ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഞങ്ങളെ മറ്റാരും സഹായിച്ചില്ല എന്നേ നമ്മൾ പറയുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ടാണ് 6ാമത്തെ യുദ്ധം അവസാനിപ്പിച്ചത് മാറ്റിവെച്ചു. യുദ്ധം അവസാനിപ്പിച്ചാണ്, പക്ഷെ ഞങ്ങളെ ആരും സഹായിച്ചില്ല, ഞങ്ങളൊന്നും പറയുന്നില്ല. ഇപ്പൊ പാലസ്തീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ സിനുജിക്ക് അറിയുമെന്ന് അറിയില്ല, അവർക്ക് 4000 ആർമി നേവി എയർഫോഴ്സ് ബേസസ് അമേരിക്കയ്ക്കുണ്ട്. അതിൽ 3000 എണ്ണം അമേരിക്കയുടെ ഉള്ളിൽ തന്നെയാണ്. വലിയ ഇന്ത്യക്കാരിൽ 3-4 ഇരട്ടി വലിയ കൺട്രിയാണ് അമേരിക്ക. ഓക്കെ, പക്ഷെ ഒക്കെ നമ്മുടെ ഇത് നോക്കുകയാണെങ്കിൽ ജനസംഖ്യ കുറവൊക്കെ ആണെങ്കിൽ കുറവാണെന്ന്, ഭൂവിസ്തൃതിയിൽ വലുതാണ്. കാരണം മഞ്ഞുപാളികൾ, അങ്ങനെ പല കാരണങ്ങളുണ്ട്. അൺഒക്യുപ്പൈഡ് ആയിട്ടുള്ള പ്ലേസസ് ഉണ്ട്. അതിൽ ഈ 4000 ബേസിൽ 1000 ഔട്ട്സൈഡ് അമേരിക്കയാണ്. അതിൽ 4 കൺട്രിയിൽ നിന്ന് മിസൈൽ ഇങ്ങനെ ഉന്നം പിടിച്ചു നിൽക്കുന്നത് ഏത് കൺട്രിയാണെന്ന് അറിയാമോ? ലാർജസ്റ്റ് എക്കോണമിയിൽ അമേരിക്കയുടെ പുറകെ നടക്കുന്ന കൺട്രിയായ ചൈനയിലേക്ക് ഉന്നം വെച്ച് നിൽക്കുകയാണ്. അതായത് ഒരു ഭീഷണി എല്ലാവർക്കും അമേരിക്ക കൊടുക്കും. ഞങ്ങളോട് കളിക്കാൻ വരികയാണെങ്കിൽ, ഞങ്ങൾ പറയുന്നത് അനുസരിച്ചില്ല എങ്കിൽ നിങ്ങളുടെ രാജ്യത്തിനും ജനതയ്ക്കും ഞങ്ങൾ നാമാവശേഷമാക്കുമെന്നൊരു ഭീഷണിയുടെ പുറത്താണ് അമേരിക്ക ഇത്രയും നാളും വലുതായിട്ട് നിന്നത്. പക്ഷെ ഇപ്പോൾ അമേരിക്കയിൽ തന്നെ ആഭ്യന്തര കലഹങ്ങൾ തലപൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് ഈ ഇടയ്ക്ക് നടന്ന സെനറ്റ് യോഗത്തിൽ പോലും അദ്ദേഹത്തിന് ഭൂരിപക്ഷത്തോടെ പ്രമേയങ്ങൾ പാസ്സാക്കാൻ പറ്റുന്നില്ല. കാരണം ഈ വട്ടൻ ട്രംപെന്ന് അങ്ങനെ പറഞ്ഞാൽ എന്തായാലും അമേരിക്കക്കാരനാണ്, ഇവിടെ നമുക്ക് ഇത് വരില്ല എന്ന് വിചാരിക്കുക, നമ്മുടെ എതിരെ ഇതൊന്നും നടപടിയൊന്നും വരില്ല എന്ന് വിചാരിക്കുക. ട്രംപ് എന്ന് പേര് മാത്രമേ ഉള്ളൂ. എന്തിലാണ് അദ്ദേഹം ട്രംപ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ ട്രയംഫൻ്റ് ആയിരിക്കുന്നത്? അവിടെ 7 ലക്ഷം ഗവൺമെൻറ് ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടു. ഗവൺമെൻറ് ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അമേരിക്കയിലുള്ളത്. അവിടെയുള്ള പല ഫ്രണ്ട്സിനെ ഞാൻ വിളിച്ചു ചോദിക്കുന്നുണ്ട്, H1B1 വിസയിലൊക്കെ. അവർ ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഗവൺമെൻറ് ജോലിക്കാർക്കാണ് ശമ്പളം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവർക്ക് ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നത്. പ്രൈവറ്റ് കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആർക്കും തന്നെ പ്രശ്നമില്ല എന്നാണ് അമേരിക്കയിൽ ജോലി ചെയ്യുന്ന പല സുഹൃത്തുക്കളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയുടെ എക്കോണമി എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ല, അവിടെ എല്ലാം ഔട്ട്സോഴ്സ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ മോൻ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ അമേരിക്കയിൽ പല രാജ്യങ്ങളിലൊക്കെ പല സ്റ്റേറ്റുകളിലൊക്കെ പോയി നമ്മൾ കൗതുക വസ്തുക്കളൊക്കെ മേടിച്ചുകൊണ്ട് വരുമല്ലോ, എല്ലാത്തിൻ്റെയും പുറകിൽ മെയ്ഡ് ഇൻ ചൈന എന്നാണ്. അപ്പോൾ മോൻ പറയും, അമ്മ വെറുതെ പറയും അവിടെ പോയി ഇവിടെ പോയി, നമ്മ ചൈന മാത്രമേ പോയിട്ടുള്ളൂ എന്ന്. അപ്പോൾ അമേരിക്കയിലെ ഈ കൗതുക വസ്തുക്കളും കാര്യങ്ങളും അവർക്ക് കഴിക്കാനുള്ള കാര്യങ്ങളും എല്ലാം ഇമ്പോർട്ട് ചെയ്തിട്ടാണ് വരുന്നത്. എക്സ്പോർട്ടിങ് അവിടെ വളരെ കുറവാണ്. ഇപ്പോൾ ട്രംപ് പറയുന്നു അവരുടെ തന്നെ മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഉണ്ടാക്കാൻ പോകണമെന്ന്. ഒരു മജീഷ്യനെ പോലെ മാജിക് വാണ്ട് എടുത്ത് ഇങ്ങനെ ആക്കുകയാണെങ്കിൽ ഇത് വരുമോ, എന്താണ് ഫെസിലിറ്റി വരുമോ? ഇപ്പോൾ തന്നെ ഇന്ത്യ പറഞ്ഞു ഞങ്ങളുടെ മരുന്നുകൾ അങ്ങോട്ട് കയറ്റി അയക്കുന്നില്ല എന്ന്. എന്തു പറ്റി? എത്ര ഇരട്ടിയാണ് അവിടെ മരുന്നിൻ്റെ വില കൂടിയത്. നമുക്ക് ഇവിടെയുള്ള ഓരോ ഫാർമസിക്കുമുള്ള ഫെസിലിറ്റി, അതായത് ലോക നിലവാരത്തിലുള്ള ഫെസിലിറ്റി അമേരിക്കയിൽ ഇല്ല. അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ചെയ്ത് വെച്ചിട്ട് അവർ ജീവിച്ചു പോവാണ്. ഉപഭോക്തൃ രാജ്യമാണ്. എക്സാക്ട്ലി. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പണപ്പെരുപ്പം വല്ലാണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു രാജ്യത്തിന് മാത്രം എന്തോ കാരണങ്ങൾ കൊണ്ട് US ഡോളറിനെ അംഗീകരിച്ചു. അതിനാണ് ഏറ്റവും അതിലാണ് ഏറ്റവും വാല്യൂ എന്നും ജനങ്ങൾ അംഗീകരിച്ചു. കാരണം ഇവർക്ക് ഒക്കെ പ്രിൻ്റ് ചെയ്ത് പോകാം. ഇപ്പം ഇന്ത്യക്കാണെങ്കിൽ ഒരു 100 രൂപ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ അതിന് മൂല്യമുള്ള സ്വർണമോ മറ്റു കാര്യങ്ങളോ വേൾഡ് ബാങ്കിലേക്ക് സമർപ്പിച്ച് അതിനുള്ളത് വന്നാലേ നമുക്ക് നോട്ട് പ്രിൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നോട്ടടി മെഷീൻ വെച്ചിരിക്കാൻ പറ്റൂല. പക്ഷെ അമേരിക്കയ്ക്ക് നോട്ടടി മെഷീൻ ഉണ്ട്. ഇതിൽ ഏറ്റവും രസം കയ്യിൽ കാശും പിടിച്ചിരിക്കുക.
പക്ഷേ അത് ഉപയോഗിക്കാനായിട്ട് സാധനങ്ങളുടെ ലഭ്യതയില്ല. അതുകൊണ്ടാണ് വില കൂടുന്നത്. ഒരു ഒരു എൻ്റെ മനസ്സിൽ തട്ടിയൊരു കാര്യം ഞാൻ പറയാം. നമ്മുടെ പ്രളയം വന്ന സമയത്ത് ഞാൻ മോഡേൺ ബേക്കറിയിൽ നിന്ന് ഒരു ലോഡ് നിറയെ ബ്രെഡ് എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലിയൊരു കാറിൽ നിന്ന് അവിടെ പുറത്തു നിന്ന് ആൾക്കാർ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ദുരിതബാധിത പ്രദേശങ്ങൾ ഗോതുരുത്ത് അങ്ങനെയുള്ള സാധനങ്ങളിലേക്ക് നേരത്തെ ഓർഡർ ചെയ്തൊരു വലിയ വാൻ നിറയെ ബ്രെഡ് കൊണ്ടുപോകാം. ആൾക്കാർ ഞങ്ങളുടെ വാനിനെ പൊതിഞ്ഞിട്ട് ഒരു ബ്രെഡ് ഒരു വീട്ടിൽ അച്ഛന് മരുന്ന് കഴിക്കണം, അങ്ങനെ കഴിക്കണം, ഇങ്ങനെ കുഞ്ഞു കിടന്ന് കരയൊന്നും ഭക്ഷണമില്ല. അപ്പോൾ ഒരാൾ 2000 രൂപ തന്നു. അമ്മ എനിക്കൊന്നും വേണ്ട. ഇല്ല മോളെ, ഇപ്പം മനസ്സിലായി പൈസ കൊണ്ട് നമുക്ക് വിശപ്പടങ്ങില്ല എന്ന്. എൻ്റെ നോട്ട് നോക്കൂ, എൻ്റെ കയ്യിൽ എത്ര രൂപയിരിക്കുന്നു, പക്ഷെ അതുകൊണ്ട് വിശപ്പടങ്ങില്ല എന്ന് എനിക്ക് മനസ്സിലാവില്ല. ഞങ്ങളുടെ വണ്ടി പുറത്തേക്ക് വന്നപ്പോൾ ഒരു സ്ത്രീ മറ്റേ സൈഡിൽ കൂടെ പോകും, നടുക്ക് ഡിവൈഡർ ഉണ്ട്, അവിടെ സ്കൂട്ടർ വലിച്ചെറിഞ്ഞ് ഓടി വരിക, ഒരു കഷ്ണം ബ്രെഡ് തരും, എൻ്റെ മുൻ കിടന്ന് കരയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പൈസ ഉണ്ടായിട്ട് എന്താ കാര്യം? ഞാൻ പ്രളയത്തിന് എൻ്റെ കാര്യം അനുബന്ധിച്ച് പറയാൻ കാരണം പൈസയ്ക്കും പല സമയത്തും വിലയുണ്ടാവില്ല. അതാണ് ഇപ്പോൾ അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പൈസയും കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇന്ത്യക്കാരെന്ന് വെച്ചോ, എല്ലാത്തിനും നമ്മൾ തേങ്ങ അരയ്ക്കും, മലയാളികൾ പ്രത്യേകിച്ച്. ആകെ 4 തേങ്ങയുള്ളൂ അവിടെ, മേടിക്കാനായിട്ട് 400 പേരുണ്ട്. അപ്പോൾ തേങ്ങയുടെ വില എങ്ങനെ കൂടി? ലഭ്യത കുറഞ്ഞു, വില കൂടി, പണപ്പെരുപ്പം ഉണ്ടായി. അതാണിപ്പോൾ അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സിനുജി നമ്മൾ ചോദ്യം ചോദിക്കുക തുടങ്ങിയത് ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് കൊടുക്കണോ, ട്രംപിന് കൊടുക്കണോ വേണ്ടിയോ എന്ന്. അദ്ദേഹം ശരിക്കും ഒരു അമേരിക്കൻ അല്ല കേട്ടോ. അമേരിക്കൻ അല്ല, സ്കോട്ടിഷ് ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ്. അതായത് നമ്മളുടെ യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ. ഇപ്പോൾ ഗ്രേറ്റ് ബ്രിട്ടൻ ഒന്നും അല്ല കേട്ടോ, ഗ്രേറ്റ്നെസ് ഒക്കെ പോയി. നമ്മളെക്കാട്ടിലും പുറകിലാണ് ഇൻഡെക്സിൽ ഇംഗ്ലണ്ട് കിടക്കുന്നത്. വെറും ഇംഗ്ലണ്ട്, കുഞ്ഞു കൺട്രി ഇംഗ്ലണ്ട്, ഗ്രേറ്റ്നെസ് ഒക്കെ പോയ ഒരു കൺട്രി. ഗ്രേറ്റ് ആയതപ്പോഴാണ് ഇവിടുന്ന് നമ്മളുടെ അമൂല്യമായ രത്നങ്ങളും നമ്മുടെ സ്വത്തുമൊക്കെ കട്ടെടുത്തുകൊണ്ട് പോയിട്ടാണ് അവിടെ നഗരങ്ങൾ തന്നെ പണിതെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സിനുജൊരു അഭിപ്രായം എന്താ? ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിന് കൊടുക്കണം നോബൽ പ്രൈസ്? ട്രംപിന് കൊടുക്കണമെന്നുള്ളത്, ട്രംപിന് എന്ത് അർഹതയാണുള്ളത് നമ്മൾ വളരെ ഗൗരവം. ട്രംപ് എന്ന് പറയുമ്പോൾ ചേച്ചി നേരത്തെ സംസാരിച്ച പറഞ്ഞു വട്ടനാണെന്ന്. ശരിക്കും വട്ടനാണ് എന്നതിനപ്പുറത്തേക്ക് അതൊരു അതിബുദ്ധിമാനാണ്. ഒരു ബിസിനസ്സുകാരന് മാത്രമേ താനൊരു വട്ടനാണെന്നുള്ള രീതിയിൽ അഭിനയിച്ചിട്ട് തൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ പറ്റൂ. കാരണം ട്രംപിന് ഈ തവണത്തെ ടൈം കഴിഞ്ഞാൽ പിന്നീട് പ്രസിഡന്റ് ആകാൻ പറ്റില്ല. അപ്പോൾ അയാൾക്ക് വലിയ ബിസിനസ്സുകാരനാണെന്ന്. അയാൾക്ക് ക്രിപ്റ്റോ കറൻസിയുടെ ഇടപാടുണ്ട്. പാകിസ്ഥാനിലെ അസീം മുനീറുമായിട്ട് ചേർന്നിട്ടാണ് ഇയാൾ ഈ ക്രിപ്റ്റോ കറൻസിയുടെ ഇടപാട് നടത്തുന്നത്. പിന്നെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം എക്കാലത്തും ഉപഭോക്തൃ രാജ്യമാണ്. അവർ ചൈനയ്ക്ക് വലിയ രീതിയിൽ പൈസ സഹായിച്ച് അവിടുത്തെ ഒരു വലിയ എന്താ പറയുക നിക്ഷേപ കൺട്രി ആയിട്ട് മാറ്റി. അവിടെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് മുഴുവൻ വിറ്റഴിക്കുന്ന അമേരിക്ക. പക്ഷെ ഇപ്പൊ എന്ത് പറ്റി? ഇരു രാജ്യങ്ങളും തമ്മിൽ തെറ്റി. അപ്പൊ അമേരിക്കയുടെ ഭീഷണിയൊന്നും ഇപ്പൊ മറ്റു രാജ്യങ്ങളോട് വില പോകുന്നില്ല. അതുകൊണ്ടാണ് ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മൈൻഡ് ചെയ്യാത്തത്. പക്ഷേ ട്രംപിന് അങ്ങനെ ഒരു യുദ്ധം അവസാനിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് എന്താണെന്ന് നമ്മൾ ഇതുവരെ നേരിട്ടൊന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ സിനുജി പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ക്രിപ്റ്റോ കറൻസിയുടെ കാര്യം നമുക്കറിയാം. 62% സ്റ്റേക്ക് ഹോൾഡിംഗ് ഇദ്ദേഹത്തിനാണ്, ട്രംപിനാണ് അതിലുള്ളത്. പാകിസ്ഥാനെയാണ് ഭീഷണിപ്പെടുത്തി മേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പാകിസ്ഥാനിലാണ് ഇവരുടെ ഒരു വലിയ ബേസും ഉള്ളത്. അമേരിക്കൻ മിലിറ്ററിയുടെ ഏറ്റവും വലിയൊരു ബേസ് ഇരിക്കുന്നത് പാകിസ്ഥാനിലാണ്. പാകിസ്ഥാൻ ഇവർ വല്ലാണ്ട് സഹായിച്ചിരുന്നു. കാരണം ഇന്ത്യയെയും പേടിപ്പിക്കാം, അതേപോലെ തന്നെ ചൈനയും പേടിക്കാം. പേടിച്ചിരുന്ന ഭരണാധികാരികൾ അല്ലെങ്കിൽ അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്ന ഭരണാധികാരികൾ ഇന്ത്യയിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന BJP സർക്കാരിന്, NDA സർക്കാരിന് ഒരു വിധത്തിലും പേടിപ്പിക്കാൻ പറ്റില്ല. നമ്മൾ സ്വയം പര്യാപ്തരായി കഴിഞ്ഞു. നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. സിനുജിക്ക് അറിയാമോ, പഴയ സാധനങ്ങൾ പോലും നമ്മൾ തിരിച്ചടിക്കുകയാണ് അങ്ങോട്ടേക്ക്, അതിനെ ഡെവലപ്പ് ചെയ്ത്. അത്രമാത്രം ബുദ്ധിയുള്ള ആൾക്കാർ ഇന്ത്യയിലുണ്ട്. ഇപ്പം അമേരിക്കയെ തന്നെ ആലോചിച്ച് നോക്കും, അല്ലെങ്കിൽ ലോകത്തിലെ ഏത് രാജ്യത്തെയും ആലോചിച്ച് നോക്കും. നമ്മൾ ഇന്ത്യക്കാർ തിരിച്ചു വരികയാണെങ്കിൽ, നമ്മളുടെ ബുദ്ധി, അതായത് നമ്മളുടെ ബ്രെയിൻസും കൊണ്ട് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ അവരൊക്കെ വീണടിഞ്ഞു പോകും. ഇവരുടെയൊക്കെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ള അല്ലെങ്കിൽ ചൈനയിൽ നിന്നുള്ള മനുഷ്യരുടെ ബുദ്ധിയിലാണ് ഈ രാജ്യങ്ങളൊക്കെ വലിയ വികസനം കാണിക്കുന്നത്. ഞാൻ നാസയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ എത്ര സയൻറ്റിസ്റ്റുകളാണ് ഇന്ത്യൻസിന് അറിയാമോ? അപ്പോൾ പോകുന്നത് ഇന്ത്യക്കാരുണ്ടാവില്ലായിരിക്കും, പക്ഷേ ഇത് വികസിപ്പിച്ചെടുക്കുന്ന ടെക്നോളജിയുടെ പുറകിലുള്ള ബ്രെയിൻസ് എന്ന് പറയുകയാണെങ്കിൽ അമേരിക്കക്കാരുടേതല്ല. അവിടെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു അസറ്റ്, ബ്രെയിൻ അസറ്റ്, അതാണ് അവിടെ നടക്കുന്ന കാര്യം. ഇപ്പോൾ ട്രംപിന് നോബൽ പ്രൈസ് കിട്ടാനായിട്ട് അങ്ങനെ വിരളി പിടിച്ച് ഓടി നടക്കുകയാണ്. പക്ഷെ അമേരിക്ക എന്നുള്ളൊരു കൺട്രി എന്തിന് അമേരിക്കയിൽ നിന്നുള്ളൊരു പ്രസിഡന്റിന് നോബൽ പ്രൈസ് കൊടുക്കണം?
അമേരിക്ക എപ്പോഴും രാജ്യങ്ങളെ വിഭജിക്കാനല്ലേ നോക്കിയിട്ടുള്ളൂ. വിയറ്റ്നാം യുദ്ധമൊക്കെ നമുക്ക് മറക്കാൻ പറ്റുമോ? ആ കുഞ്ഞുങ്ങളൊക്കെ കിടന്ന് പിടയ്ക്കൽ നമുക്ക് ഇതാക്കാൻ പറ്റും. നോർത്ത് കൊറിയയുടെ അടുത്തൊന്ന് മുട്ടാൻ നോക്കി. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട, ഞങ്ങളുടെ അടുത്തുമുണ്ട് ആറ്റം ബോംബും ന്യൂക്ലിയർ ഇതൊക്കെ വെപ്പൺസൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന്. ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് പല സോൾജേഴ്സിൻ്റെയും ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ ഭാര്യമാരായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയും എന്തിനു വേണ്ടിയാണ് ഞങ്ങളെയൊക്കെ അവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. അവിടെ നിന്ന് അങ്ങനെ പെട്ടെന്ന് ഇറങ്ങിപ്പോരാനൊന്നും പറ്റില്ല കേട്ടോ. നമ്മൾ സൈന്യത്തിൽ കയറി കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് റെസിഗ്നേഷൻ കൊടുത്തുനിന്ന് ഇറങ്ങിപ്പോരാൻ പറ്റില്ല. അവർക്കറിയില്ല ഭർത്താവ് എന്തിനു വേണ്ടി വരുന്നത്. സ്വന്തം രാജ്യത്തിന് വേണ്ടി മരിക്കുകയാണെങ്കിൽ അതിലൊരു അഭിമാനമുണ്ട്. ഇതിപ്പോൾ എവിടെയോ ഏതോ യുദ്ധങ്ങളിലേക്ക് ഇവിടുന്ന് ലോഡ് കണക്കിന് ആൾക്കാരെ ഫ്ലൈറ്റിലും ഷിപ്പിലൊക്കെ കയറ്റി അയക്കുന്നു. അവർ തിരിച്ചെങ്ങനെയാണ് വരുന്നത്? സന്തോഷത്തോടെ വരുമോ? ഇവർക്ക് സന്തോഷമില്ല എന്നാണ് പറയുന്നത്. ഹാപ്പിനെസ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഈ നമ്മളുടെ പട്ടാളക്കാർക്ക്, അമേരിക്കൻ പട്ടാളക്കാർക്ക് യാതൊരു ഹാപ്പിനെസ്സും ഇല്ല. നമ്മുടെ പട്ടാളക്കാരായിട്ട് കമ്പയർ ചെയ്ത് നോക്കട്ടെ, നമ്മുടെ മോഡിജി അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നു, ചായ കുടിക്കുന്നു, അവരെ പോലെ ഡ്രസ്സ് ചെയ്യുന്നു, അവരെ ചേർത്ത് പിടിക്കുന്നു, അവരുടെ ഉത്സവങ്ങളിൽ പങ്കാളികളാവുന്നു. അമിത്ഷാജി ഉദ്യോഗസ്ഥന്മാരൊക്കെ അവർക്ക് ഹാപ്പിനെസ് ഉണ്ട്. എൻ്റെ മാതൃരാജ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഉറക്കം മുളയ്ക്കുന്നു, ഞങ്ങളുടെ സഹോദരന്മാരെ കാത്തു രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആയുധമെടുക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു കാര്യം അമേരിക്കൻ സോൾജേഴ്സിന് പറയാൻ പറ്റുമോ? അമേരിക്ക നേരിട്ട് ഏത് രാജ്യമായിട്ടാണ് യുദ്ധം ചെയ്തിരിക്കുന്നത്? എന്ത് കാര്യം? കാരണം അവർ സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യത്തിന് വേറൊരു അതിർത്തി തുറക്കുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് മുകളിൽ കിടക്കുന്ന മെക്സിക്കോയോ കാനഡയോ അങ്ങനത്തെ അവരുടെ തന്നെ രാജ്യങ്ങളായിട്ട് അവർക്ക് വേറെ പ്രശ്നങ്ങളുമില്ല. അപ്പോൾ വേറെ രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുകയും അത് ഞങ്ങൾ എന്നിട്ട് ഒതുക്കി തീർത്തു എന്ന് പറയുകയും എനിക്കതിന് നോബൽ പ്രൈസ് വേണമെന്ന് പറയുകയും ചെയ്യുന്നതിൽ എന്താണ് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതിനപ്പുറം ഒരു ബിസിനസ് മൈൻഡ്, താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ പരസ്യമായി പറഞ്ഞുകൊണ്ട് കിടക്കും, മനസ്സിൽ ആഗ്രഹിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക, ഈശ്വര എനിക്ക് ആ അവാർഡൊന്നും മേടിച്ചു തരും ഈശ്വര. നമ്മൾ ഇങ്ങനെ ഇതൊക്കെ പറയുമല്ലോ, ഞാൻ അങ്ങനെ ചെയ്തോളാം ഇങ്ങനെ ചെയ്തോളാം എന്നൊക്കെ പറയാം. പക്ഷെ പരസ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് ഇത്തിരി കുറവുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നൂല്ലേ? ബുദ്ധിയുള്ള ആരെങ്കിലും അല്ലെങ്കിൽ സമചിത്തതയോട് ചിന്തിക്കുന്ന ആരെങ്കിലും നോബേൽ പോലത്തെ ഒരു അവാർഡാണ്, എനിക്ക് തരുമോ എനിക്ക് തരുമോ എനിക്ക് തരൂ എനിക്ക് തരൂ എനിക്ക് തരൂ എന്ന് പറഞ്ഞിട്ട് പാട്ട് പോലെ പാടിക്കൊണ്ട് നടക്കുമോ? ഞാൻ കേപ്പബിൾ അല്ലേ? അതാ കമ്മിറ്റിയിൽ തീരുമാനിക്കേണ്ടത്. അവരെല്ലാവരും വാച്ച് ചെയ്യല്ലേ? എനിക്ക് തന്നെ വേണം എന്ന് പറയുന്നതിൽ ഒട്ടും ശരിയായ കാര്യമല്ല. നോബൽ പ്രൈസ് കമ്മിറ്റി അത് അതിൻ്റേതായ മെറിറ്റിലെടുത്ത് അദ്ദേഹം അർഹനാണോ എന്ന് നോക്കിയിട്ട് കൊടുക്കണമെന്നാണ് എൻ്റെ വിനീത അഭിപ്രായം. അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഹാപ്പിനെസ് ഒട്ടുമില്ലാതെ ഭയങ്കര പരിഭ്രാന്തിയിൽ ജീവിക്കുന്ന ഒരു ജനതയെ നയിക്കുന്ന പ്രസിഡന്റിന് അവാർഡ് കൊടുക്കരുതെന്നാണ് അമേരിക്കൻ ജനത ആഗ്രഹിക്കുന്നത്. കാരണം ഇദ്ദേഹത്തിൻ്റെ കീഴിൽ ഇവരുടെ എക്കോണമിയും ഹാപ്പിനെസ് ഇൻഡെക്സും ഇവരുടെ എല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തവരായിട്ട് അവരുടെ സ്വന്തം രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളെ പോലെ ഓടി വരേണ്ടി വരുമെന്നാണ് അവിടെ താമസിക്കുന്ന, ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആളാണ്, പല സുഹൃത്തുക്കളും എന്നോട് പറയും ഞങ്ങളെ അഭയാർത്ഥികളാക്കുമോ ഇദ്ദേഹം എന്ന്. ഞങ്ങൾ ഇദ്ദേഹത്തിനെതിരെ നമ്മൾ കണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിൻ മാനേജറെ ക്ലോസ് ഷോട്ടിലാണ് വെടിവെച്ച് കൊന്നത്. ഓർക്കുന്നുണ്ടോ? ഒരു ക്യാമ്പസിൽ പോയിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് അവിശ്വസനീയമായി തോന്നി, പെട്ടെന്ന് മറിഞ്ഞു വീഴാണ് ചെയ്യുന്നത്. ആൾക്കാർക്ക് അത്രയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ താല്പര്യം നഷ്ടപ്പെട്ടു. ചുരുക്കം പറഞ്ഞാൽ അമേരിക്കക്കാർ പ്രാർത്ഥിക്കുന്നത് ട്രംപിന് ഇത് കിട്ടല്ലേ എന്നാണ്. അമേരിക്കക്കാരും സാമാന്യ ബുദ്ധിയുള്ള ലോകത്തിലെ എല്ലാ മനുഷ്യരും ആ സമാധാനം ആഗ്രഹിക്കുന്നവരും ആഗ്രഹിക്കുന്നത് ഇദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് വേറെ എന്തിനേയും കൊടുത്തോട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.